പണ്ടത്തെ കാലത്ത് മിക്കവാറും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഒന്നല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മിക്കവാറും ആർത്രൈറ്റിസോ വാദം കണക്റ്റഡ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ നമ്മളത് കാണാറുണ്ട്. ഓക്കെ, പഴയ ആൾക്കാർക്ക് അങ്ങനെ കണ്ടിരുന്നെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് കുറേ അധികം അസുഖം ഒരാൾക്ക് തന്നെ കാണുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതിൽ മെയിനായിട്ട് വെയിറ്റ് ഗെയിൻ കാണാറുണ്ട്, PCOD ഇഷ്യൂസ് കാണാറുണ്ട്, BP, ഷുഗർ, തൈറോയിഡ്, ഫാറ്റി ലിവർ, ആർത്രൈറ്റിസ്, അതേപോലെ ഹാർട്ട് ഇഷ്യൂസ്, സ്ട്രോക്ക് വന്നതായിട്ട് നമുക്ക് കാണാം, പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് നമുക്ക് കാണാം, മെറ്റബോളിക് സെൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ശരിക്കും വേറെ വേറെ അസുഖങ്ങൾ തന്നെയാണ്. അതോ അത് ഒരേ ഒരു മരത്തിന്റെ പല ശാഖകളായിട്ട് വരുന്നതാണ്? അതെങ്ങനെയായിരിക്കും? അതായത് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മരം, അതിന്റെ വേരെന്ന് പറഞ്ഞാൽ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന വേരുകളുള്ള ഒരു മരം. ആ മരത്തിന്റെ പേര് ലൈഫ് സ്റ്റൈൽ എന്നാണ്. ഈ ലൈഫ് സ്റ്റൈലാണ് ഈ പറയുന്ന എല്ലാ അസുഖങ്ങളുടെയും റീസൺ. അപ്പൊ ഒരു മരത്തിന്റെ പല ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെ? രണ്ട് സൈലന്റ് ബൈ പ്രോഡക്റ്റ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അത് ഒന്ന് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് എന്ന് നമ്മൾ പറയും. അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ ഇൻഫ്ലമേഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ? അത് ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെ? അത് പുറത്ത് എന്ത് പ്രശ്നം നടന്നാലും അകത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ WBC, അതായത് നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ് അതിനെ വന്ന് ഹീൽ ചെയ്യാനായിട്ട്. അത് നമ്മുടെ ഒരു മെത്തേഡാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സോ ഇറ്റ് ഇസ് ഗുഡ്, അല്ലെ? അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗുഡ്. അപ്പൊ ഇത് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ഉണ്ട്. അതിന് അക്യൂട്ട് എന്നും ക്രോണിക് എന്നും നമ്മൾ പറയാം. അപ്പൊ ഇൻഫ്ലമേഷൻ എപ്പോഴാണ് നമുക്ക് നല്ലതും ചീത്തയൊക്കെ ആവണേ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ ഒരു സിറ്റി ആയിട്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്യാം. അതിനകത്തുള്ള ഓരോ കോശങ്ങളും ഓരോ സെല്ലും ഒരു വീടായിട്ട് കൺസിഡർ ചെയ്യുക. ബ്ലഡ് വെസൽസ് ഒക്കെ അതിലേക്കുള്ള റോഡുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഹാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാട്ടർ പമ്പിങ് സ്റ്റേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മുടെ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ലിവർ എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് കിഡ്നി, കൺട്രോൾ റൂമാണ് ബ്രെയിൻ. ഇനി ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഫയർ ഫോഴ്സോ അല്ലെങ്കിൽ പോലീസ് ഫോഴ്സോ ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു പോകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. എപ്പോഴാണ് ഈ ഇൻഫ്ലമേഷൻ അപകടകാരിയാവുന്നത്?